നിങ്ങളായി വന്നൊരു കേസിൽ കുടുങ്ങി ബുദ്ധിമുട്ടണ്ട. ഒരു കേസിൽ കുടുങ്ങിയാൽ പിന്നെ പാസ്പോർട്ട് കിട്ടില്ല. ഒരു ജോലി കിട്ടിയാൽ പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല. ഒരുപാട് നൂലാമാലകൾ ഉണ്ടാകും. നേതാക്കന്മാർക്ക് അപ്പോഴും നേരെ ഗൾഫിലേക്ക് പറക്കാം, വിദേശ രാജ്യങ്ങളിലേക്ക് പോകാം. ഒരു പ്രശ്നവും ഇല്ല. നിങ്ങളായി വന്നൊരു കേസിൽ കുടുങ്ങി ബുദ്ധിമുട്ടണ്ട. ഒരു കേസിൽ കുടുങ്ങിയാൽ പിന്നെ പാസ്പോർട്ട് കിട്ടില്ല. ഒരു ജോലി കിട്ടിയാൽ പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല. ഒരുപാട് നൂലാമാലകൾ ഉണ്ടാകും. നേതാക്കന്മാർക്ക് അപ്പോഴും നേരെ ഗൾഫിലേക്ക് പറക്കാം, വിദേശ രാജ്യങ്ങളിലേക്ക് പോകാം. ഒരു പ്രശ്നവും ഇല്ല. ഇതിപ്പോ കേസ് എന്ന് പറഞ്ഞാല് ചില്ലറ കേസാണോ? രാജ്യദ്രോഹ കുറ്റാണ് ചുമത്തിയിരിക്കുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസിയെ കൊല്ലാൻ ശ്രമിച്ചു, മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് ആസൂത്രിതമായ കൊലപാതകങ്ങൾക്കും അക്രമങ്ങൾക്കും നേതൃത്വം നൽകി എന്നുള്ള രീതിയിൽ അവരുടെ ഉത്തരവാദിത്ത നിർവഹണത്തെ തടസ്സപ്പെടുത്തി എന്നൊക്കെയുള്ള രീതിയിൽ വലിയ തരത്തിലുള്ള വകുപ്പുകൾ ചുമത്തിയിരിക്കുന്ന രാജ്യദ്രോഹ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് അല്ലേ? ഇപ്പോൾ ജാമ്യാപേക്ഷയുമായി കോടതിയിൽ പോയപ്പോൾ കോടതി എന്താ പറഞ്ഞേ? ജാമ്യമോ? അങ്ങനെ ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ പറ്റില്ല. ഇത് വലിയ ഗുരുതരമായ രാജ്യദ്രോഹ കുറ്റമാണ്. ഇതിന് ജാമ്യം എന്നുള്ള വാക്ക് പോലും ഉച്ചരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ജാമ്യാപേക്ഷ കോടതി ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ? സഖാക്കളെ, കൊച്ചാപ്പ പറയുന്നതെങ്കിലും നിങ്ങൾക്ക് കേട്ടൂടെ? കൊച്ചാപ്പ പറയുന്നത് നിങ്ങൾക്ക് കേട്ടൂടെ? കൊച്ചാപ്പയുടെ ഉപദേശം നിങ്ങൾ ശിരസാ വഹിക്കണം. കേസിൽ കുടുങ്ങിയാൽ വലിയ നൂലാമാലകളാണ്. കേസിൽ കുടുങ്ങിയാൽ പോലീസ് വെരിഫിക്കേഷൻ ക്ലിയറൻസ് കിട്ടില്ല, ഒരു ജോലി കിട്ടില്ല, വിദേശത്തേക്ക് പോകാൻ കഴിയില്ല, പാസ്പോർട്ട് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കൊച്ചാപ്പ പറയുന്നത് സഖാക്കള് ശിരസാ വഹിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അല്ലേ? ഇപ്പം ഇന്നലെ തിരുവനന്തപുരത്ത് അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന, ജാമ്യം നിഷേധിക്കപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന സഖാവിൻ്റെ വീട്ടിൽ മുൻ മന്ത്രി വി ശിവൻകുട്ടി, സഖാവ് ശിവൻകുട്ടി സന്ദർശിച്ചു, ചെന്നു, കണ്ടു, ബോധിച്ചു. എന്തൊരു ആഡംബരപൂർണമായ വീടായിരുന്നു അത് അല്ലേ? ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചു അതിൻ്റെ ദൃശ്യങ്ങൾ അല്ലേ? ഇത്രമാത്രം ആഡംബര സുഖ സൗകര്യങ്ങളുള്ള 5 സ്റ്റാർ ഹോട്ടലിനെ വെല്ലുന്ന, റിസോർട്ടുകളെ വെല്ലുന്ന രീതിയിലുള്ള ആഡംബര സമുച്ചയമായ വീട് അതല്ലേ? അതാണോ ശിവൻകുട്ടി ചെന്ന് കണ്ടത്? അല്ലല്ലോ. 242 അക്കൗണ്ട് സ്വന്തം പേരിലുള്ള വീണ ജോർജിനെതിരെ വീണ വിജയനെതിരെ ED അന്വേഷണം വന്നപ്പോൾ അതിനെ തടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ച സഖാവിൻ്റെ വീട് കണ്ടിട്ട് കേരളക്കര ഒന്നടങ്കം ഞെട്ടി. ദാരിദ്ര്യത്തിൻ്റെ പടുക്കുഴിയിൽ ജീവിക്കുന്ന സഖാവ് എല്ലാ ദിവസവും കൂലിപ്പണിക്ക് പോയാൽ ആ വീടൊന്ന് പെയിന്റ് അടിച്ച് ഒന്ന് അല്പമെങ്കിലും ഭംഗിയാക്കാമായിരുന്നു. അതിന് പോലും സാധിക്കാത്ത സഖാവിൻ്റെ വീട് കണ്ടിട്ട് കേരളം ഒന്നടങ്കം ഞെട്ടിപ്പോയില്ലേ? സഖാക്കളെ, പിണറായി വിജയൻ വിളിക്കും. കാരണം എന്താ? വിജയന് പാർട്ടിയല്ല വലുത്, വിജയന് മകളാണ് വലുത്. താൻ കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ പണിയെടുത്തത് എന്തിനു വേണ്ടിയിട്ടാ? പാർട്ടിക്ക് വേണ്ടിയിട്ടാണോ? അല്ലല്ലോ. കേരളത്തിന് വേണ്ടിയിട്ടാണോ? അല്ലല്ലോ. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാ? മകൾക്ക് വേണ്ടിയിട്ട്, മകന് വേണ്ടിയിട്ട്. മകൾക്ക് വേണ്ടി പണിയെടുത്തത് കൊണ്ടല്ലേ 2-ാം ഊഴത്തിൽ മകളെ മരുമോനിക്ക് കെട്ടിച്ചു കൊടുത്ത മരുമോന് മുഹമ്മദ് റിയാസിന് ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത മുഹമ്മദ് റിയാസിനെ ക്യാബിനറ്റിൽ, അതും ഒരു പ്രധാനപ്പെട്ട വകുപ്പ് നൽകി അവിടെ ഇരുത്തിയത് കൃത്യമായിട്ട് മകളെ സംരക്ഷിക്കുവാനും. മകൾക്ക് താൻ നൽകിയ ഭർത്താവ് ഒന്നിനും കൊള്ളാത്തവനാണ് എന്നാർക്കും തോന്നരുത്. സമൂഹത്തിലെ ഒരു മാനവും വിലയും സ്റ്റാറ്റസുമുള്ള ഒരുത്തനെയാണ് എൻ്റെ മകളെ ഞാൻ പിടിച്ച് കെട്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മകളുടെ ഭർത്താവ് ഒരു കുറവുള്ള വ്യക്തിയാവരുത് എന്ന് തോന്നിയിട്ട് മന്ത്രിയാക്കിയില്ലേ? മകളുടെ ആസ്തി ഇങ്ങനെ ക്രമാതീതമായി വർദ്ധിപ്പിക്കാൻ വേണ്ടിയായിരുന്നില്ലേ പിണറായി വിജയൻ പണിയെടുത്തുകൊണ്ടിരുന്നത്?
അതല്ലേ മക്കളെ CMRന്റെ അക്കൗണ്ടിൽ നിന്ന് വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് മാസപ്പടി കൃത്യമായിട്ട് വന്നുകൊണ്ടിരുന്നത്. ഒരു പണിയും എടുക്കാതെ, ഒരു ബന്ധവുമില്ലാതെ, ഒരു സർവീസും പ്രൊവൈഡ് ചെയ്യാതെ വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് CMRന്റെ അക്കൗണ്ടിൽ നിന്ന് പണം വന്നിട്ടുണ്ടെങ്കിൽ പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷക്കാലം ഭരിച്ചത് മകൾക്ക് വേണ്ടിയായിരുന്നു. ആ മകൾ ഒരു കേസിൽ പെടുമ്പോൾ പാർട്ടിയെ വിളിച്ചു, അണികളോട് പറഞ്ഞു അന്തം കമ്മി അടിമകൾ. വെറുതെയല്ല ഇവറ്റകളെ അന്തം കമ്മി എന്ന് വിളിക്കുന്നത്. നമ്മൾ നരേന്ദ്രമോദിയുടെ ഭക്തന്മാരെ എന്താ വിളിക്കുന്നത്? അന്ത് ഭക്ത്. ഡൽഹിയിൽ അന്ത് ഭക്താണെങ്കിൽ കേരളത്തിൽ അത് അന്തം കമ്മികളാണ്. ഈ അന്തം കമ്മികളെ വിളിച്ചിട്ട് പറഞ്ഞു, ED ഒരു അന്വേഷണവുമായി വന്നിട്ടുണ്ട്, ആ അന്വേഷണം എനിക്കെതിരെയാണ്. എനിക്കെതിരെ എന്ന് പറഞ്ഞാൽ അത് പാർട്ടിക്കെതിരെയാണ് അല്ലേ? ക്രിമികീടങ്ങൾ ഒന്നടങ്കം തെരുവിലിറങ്ങി അക്രമം അഴിച്ചു വിട്ടു. ED പോയി, അക്രമം അഴിച്ചു വിട്ട അന്തം കമ്മികൾ അകത്തുമായി, രാജ്യദ്രോഹ കുറ്റം ചുമത്തി അകത്തിട്ടു. അപ്പോൾ പിണറായി വിജയൻ ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറയാണ്, എനിക്കെതിരെ അന്വേഷണമൊന്നും ഉണ്ടായിട്ടില്ല, എന്നോട് ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല, ചോദ്യങ്ങളും അന്വേഷണവും മകളോടായിരുന്നു, ഞാൻ അവിടെ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന്. അപ്പം ജയിലിൽ പോയ അന്തം കമ്മികൾ ആരായി? മൂഞ്ചന്മാരായി, ഊമ്പി അല്ലേ? സഖാക്കളെ, കൊച്ചാപ്പ പറയുന്നത് നിങ്ങൾക്ക് ഇച്ചിരിയെങ്കിലും ചെവി കൊടുത്തൂടെ? കേസ് വരും, പോലീസ് വെരിഫിക്കേഷൻ കിട്ടില്ല, ജോലി കിട്ടില്ല, ആകെ നൂലാമാലകളാകും, തെണ്ടും, കുത്തുപാളയെടുക്കും. കൊച്ചാപ്പയാണ് പറയുന്നത് സഖാക്കളെ, കൊച്ചാപ്പ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കൊച്ചാപ്പ പറഞ്ഞതുപോലെ പിണറായി വിജയൻ ഇനിയും പറക്കും വിദേശത്തേക്ക്. പിണറായി വിജയൻ അമേരിക്കയിൽ പോകും, പിണറായി വിജയൻ ദുബൈയിൽ പോകും, വീണ വിജയനും പോകും, വിവേക് കിരണും പോകും. വിവേക് കിരണം വിദേശത്താണ് ഫുൾ ടൈം, വല്ലപ്പോഴുമാണ് നാട്ടിൽ വരുന്നത് അല്ലേ? ശിവൻകുട്ടിയുടെ മകൻ വിദേശത്താണ്, കോവിന്ദന്റെ മകൻ വിദേശത്താണ്. എല്ലാവർക്കും വിദേശത്ത് ബിസിനസ്സുകളും സാമ്രാജ്യങ്ങളും ഫ്ലാറ്റുകളും, ബുർജ് ഖലീഫയിലടക്കം ഫ്ലാറ്റുകളാ. എവിടെ നിന്നുണ്ടായി ഈ സഖാക്കളുടെ മക്കൾക്ക് ഇത്രമാത്രം പണം? എങ്ങനെയാണ് ഇവരൊക്കെ വിദേശ രാജ്യങ്ങളിൽ ഇത്രമാത്രം ഇൻവെസ്റ്റ് നടത്തുന്ന എന്റർപ്രണേഴ്സ് ആയത്? എങ്ങനെയാ? ഈ ക്രിമികീടങ്ങൾ ജയിലിൽ പോകാൻ ഇറങ്ങിത്തിരിക്കുന്ന, കല്ലെടുത്തെറിയാനും മുട്ടയെറിയാനും വാഹനം ടാക്സി കാറാണോ അടിച്ചു പൊട്ടിച്ചത്? എന്ത് വിവരദോഷമാണ് നിങ്ങൾ ചെയ്തത്? പാവപ്പെട്ട ഒരു മലയാളി അയാളുടെ ഉപജീവനത്തിന് വേണ്ടി കൊണ്ടു നടക്കുന്ന ഒരു ടാക്സി കാറല്ലേ നിങ്ങൾ അടിച്ചു തകർത്തത്? നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ക്രിമികീടങ്ങൾ എപ്പോഴെങ്കിലും വിദേശത്ത് പോയിട്ടുണ്ടോ? ഇവറ്റകൾക്ക് ആർക്കെങ്കിലും ബുർജ് ഖലീഫയിൽ ഫ്ലാറ്റ് ഉണ്ടോ? ഇവരാരെങ്കിലും ബുർജ് ഖലീഫ ഒന്ന് കണ്ടിട്ടുണ്ടോ? എന്തിന് 100 ദിർഹംസ് ആണെന്നാ തോന്നുന്നത്. ഇപ്പൊ കൂടിയോന്ന് അറിയില്ല. മുമ്പ് 100 ദിർഹംസ് ആയിരുന്നു നമ്മൾ പോയ സമയത്ത്. 100 ദിർഹംസ് കൊടുത്തു കഴിഞ്ഞ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അറ്റ് ദ ടോപ്പ് ഓഫ് ബുർജ് ഖലീഫ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും മുകളിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ പോയി നിന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ ഒന്ന് നോക്കി കാണാൻ പറ്റും. ആ ആകാശ ചുംബിയായിട്ടുള്ള, അമ്പര ചുംബിയായിട്ടുള്ള ആ ബിൽഡിങ്ങിൽ കയറിയിട്ട് ദുബൈ ഒന്നിങ്ങനെ കാണാൻ പറ്റും. ആ ഡൗൺ ടൗണും അതിൻ്റെ പരിസര പ്രദേശങ്ങളുമൊക്കെ ഒരു പക്ഷിയുടെ കണ്ണിലൂടെ, ഒരു ആകാശ കാഴ്ചയായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇന്നിപ്പോൾ ജയിലിൽ പോയ ഏതെങ്കിലും ഒരുത്തൻ അവിടെ പോയിട്ട് ഈ കാഴ്ച കണ്ടിട്ടുണ്ടോ? ഇവന്മാർ പോയി കഴിഞ്ഞാൽ ബുർജുൽ അറബ് എന്ന് പറയുന്ന 5 സ്റ്റാർ അല്ല 7 സ്റ്റാർ ഹോട്ടലില്, ബുർജ് ദുബൈ ആണോ ബുർജുൽ അറബാണോ? ബുർജുൽ അറബ്, യെസ്. ബുർജുൽ അറബില് 7 സ്റ്റാർ ഹോട്ടല്, ലോകത്തിലെ ഏക 7 സ്റ്റാർ ഹോട്ടല്. ആ 7 സ്റ്റാർ ഹോട്ടലിലാണ് പിണറായി വിജയനൊക്കെ താമസിക്കുന്നത്. ഇവറ്റകൾ അതിൻ്റെ അടുത്തു കൂടെ പോയിട്ടുണ്ടോ? ഇവറ്റകൾ അതിൻ്റെ പരിസരത്തൂടെ പോയിട്ടുണ്ടോ? അപ്പോൾ പിണറായി വിജയൻ ഇനിയും പോകും, ശിവൻകുട്ടിയും പോകും, ശിവൻകുട്ടിയുടെ മക്കൾ വരുന്നു. വിവേക് കിരണും ഭാര്യയും മക്കളും ദുബൈയിലാണ് സ്ഥിരതാമസം. കോവിന്ദന്റെ മകനോ അങ്ങ് ലണ്ടനിൽ. ആള് ഇടക്കിടക്ക് വരും പോകും. ഇപ്പോൾ നാട്ടിൽ ചില പടം പിടുത്തങ്ങളൊക്കെ ഉണ്ട്.
മനസ്സിലായില്ലേ? ഏപ്പടല്ല. ഇനി അങ്ങനെ ആരെങ്കിലും ഞാൻ അത് പറഞ്ഞെന്ന് അറിയണ്ട ആരെങ്കിലും. ഏപ്പടല്ല. ആ പടം പിടുത്തമുണ്ട് ആൾക്ക് നാട്ടിൽ. ഇടക്ക് നാട്ടിൽ വരും, പടം പിടിക്കും, പോകും ലണ്ടനിലേക്ക്. വരും പോകും, വരും പോകും. ഈ കൃമികീടങ്ങൾക്ക് പറ്റുമോ വന്നും പോയി നിൽക്കാൻ? അപ്പൊ പിണറായി വിജയൻ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കൃമികീടങ്ങളെ വിളിച്ചത്. എന്നാ കൃമികീടങ്ങൾക്ക് എന്തെങ്കിലും രക്ഷയുണ്ടായോ? ഒരു രക്ഷയുമില്ല. മലപ്പുറം കത്തി, മിഷേൻ കണ്ണ്, ഒലക്കേട മൂട്. ഇപ്പൊ എന്തായി? രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ട് അകത്ത് കിടക്കുക. ജാമ്യാപേക്ഷയുമായിട്ട് കോടതിയിൽ പോലും പോകാൻ പറ്റുന്നില്ല. എന്നിട്ടല്ലേ പോലീസ് വെരിഫിക്കേഷൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. യഥാർത്ഥത്തിൽ ഇതൊക്കെ പറയുമ്പോഴും എൻ്റെ ആ മൈൻഡിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ശിവൻകുട്ടി പോയിട്ട് ആ തിരുവനന്തപുരത്തെ സഖാവിൻ്റെ വീട്ടിലിരുന്ന ആ ഒരു കാഴ്ചയാ. ആ വീട്ടിൻ്റെ ദയനീയാവസ്ഥയാ. പിണറായി വിജയൻ ആ അങ്ങനത്തെ വീട്ടിലാണോ കിടക്കുന്നത്? വീണ വിജയൻ അങ്ങനത്തെ വീട്ടിലാണോ കിടക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 242 അക്കൗണ്ടും അതിൽ 18 കോടിയിലേറെ രൂപയുടെ ബാലൻസുമുള്ള. നിങ്ങളൊന്ന് ആലോചിക്കണം. ബാങ്ക് അക്കൗണ്ടിൽ 18 കോടി രൂപ ബാലൻസ് ഉണ്ടാവണമെങ്കിൽ ഈ വീണ വിജയന്റെ ആസ്തി എത്രയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നാൽ ഈ കൃമികീടത്തിൻ്റെയോ 1000 സ്ക്വയർ ഫീറ്റ് തികച്ചില്ല വീട്. ആ വീടിന്റെ അവസ്ഥയോ? കേരളത്തിൽ അങ്ങനെ ദയനീയമായ മറ്റൊരു വീടുണ്ടാകുമോ എന്നുള്ളത് അറിയില്ല. പിണറായി വിജയൻ മാസങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടിയെ ഇറക്കിയിട്ട് അതിദരിദ്രരില്ലാത്ത കേരളം എന്ന് പ്രഖ്യാപിക്കുമ്പോ ഈ വീട് കണ്ടില്ലേ വിജയ? നല്ല 1-ാം തരം കൃമികീടത്തിന്റെ വീടാ. കണ്ടില്ലേ? ആ വീട് കണ്ടിട്ടും വിജയന് എങ്ങനെ പറയാൻ കഴിഞ്ഞു അതിദരിദ്രരില്ലാത്ത കേരളമെന്ന്? സഖാക്കളെ, UDF-കാരും കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരനും ഒന്നും പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട. നിങ്ങളുടെ കൊച്ചാപ്പ ജലീൽ എന്ന് പറയുന്ന എരപ്പന്റെ വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ? ഇനി ഇത് ആണെന്നൊന്നും പറഞ്ഞു വരണ്ട. ഇത് യഥാർത്ഥത്തിൽ കൊച്ചാപ്പ പറഞ്ഞ വാക്കുകളാ. എന്ന് പറഞ്ഞാൽ കൊച്ചാപ്പ പറഞ്ഞത് മൂളയിൽ കയറാന് അവിടെ എന്തെങ്കിലും വേണ്ടേ? അതുകൊണ്ട് പിണറായി വിജയൻ വിളിക്കുമ്പോ ഇറങ്ങിച്ചാടി പുറപ്പെടുന്നതിന് മുമ്പ് കൊച്ചാപ്പയോടൊന്ന് ഉപദേശം തേടുന്നത് നല്ലതാ. നിയമോപദേശമല്ല, ഉപദേശം. അപ്പൊ കൊച്ചാപ്പ പറഞ്ഞുതരും. ചാടി വീണ് പോയി പുറപ്പെട്ട് കേസിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നാ അല്ലേ? ഇപ്പൊ രക്ഷാപ്രവർത്തനം നടത്തിയ ഒരു 5 ആൾക്കാരുണ്ടല്ലോ. എവിടെ അവര്? മുങ്ങി. എങ്ങോട്ട് മുങ്ങി? ഫോൺ അടക്കം സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മുങ്ങി. എന്താ പ്രശ്നം? കേസ് പിന്നാലെ വരുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ പാട്ടുപാടിയും മഴയാസ്വദിച്ചും വെല്ലുവിളിച്ച ഈ 5 രക്ഷാപ്രവർത്തകര് പിണറായി വിജയന്റെ കൃമികീടങ്ങള് ഫോൺ അടക്കം സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മുങ്ങിയിരിക്കുകയാ. കൃമികീടങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ല. ഈ കേസ് അന്വേഷിക്കുന്നത് SP ഷൗക്കത്ത് അലിയാ. ഏത് ഷൗക്കത്ത് അലി? TPയെ കൊന്ന കൊട്ടേഷൻ സംഘത്തെ പാർട്ടി ഗ്രാമമായ മുടക്കോഴി മലയിൽ കയറ്റി ഒളിപ്പിച്ച ആ മുടക്കോഴി മലയിൽ നിന്ന് TPയുടെ ഘാതകരെ, കൊട്ടേഷൻ സംഘത്തെ തൂക്കിയെടുത്ത് കൊണ്ടുവന്ന SP ഷൗക്കത്ത് അലിയാണ്. ഇനി അതിനേക്കാളൊക്കെ വലിയ ഒരുത്തനുണ്ട്. ആരാന്നറിയോ? TPയെ വധിക്കുമ്പോ CPMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന P മോഹനനെ നടു റോട്ടിൽ വാഹനം തടഞ്ഞു നിർത്തി ആ വാഹനത്തിൽ നിന്ന് കോളർ പിടിച്ച് വലിച്ച് താഴെയിട്ട് പോലീസ് വാഹനത്തിൽ കയറ്റി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ഷൗക്കത്ത് അലിയാണ് ആ കേസ് വാദി അന്വേഷിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, കൊച്ചാപ്പ പറയുന്നത് വല്ലപ്പോഴും ചെവി കൊള്ളുന്നത് നല്ലതാ. കേസും ഗുണ്ടാമണ്ടിയും നൂലാമാലൊക്കെ ആയിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാ. അതുകൊണ്ട് ഇടക്കിടക്ക് കൊച്ചാപ്പയെ ഒന്ന് വിളിക്കുക. കൊച്ചാപ്പക്ക് ഇപ്പോൾ വേറെ കാര്യമായ പണിയൊന്നുമില്ല. MLA ആയപ്പോ ഉണ്ടായിരുന്ന ജോലി രാജിവെച്ചു. മനസ്സിലായില്ലേ? കോളേജിൽ അധ്യാപകനായിരുന്നു, പ്രൊഫസറായിരുന്നു. ആ ജോലി രാജിവെച്ചു. MLA ആയിരുന്നപ്പോ MLA ആവാൻ വേണ്ടി ആ ജോലി രാജിവെച്ചു. ഇപ്പൊ ആ ജോലി ആദ്യം ഇല്ല, അത് പോയിട്ട് കുറെ ആയിട്ടുണ്ട്. ഇപ്പൊ MLA അല്ല. ഇപ്പൊ എന്താ? പോരാത്തതിന് പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഉണ്ടോ? ഇല്ല. സ്വതന്ത്രനാ. ഒരു പണിയുമില്ല. കാവുംപുറത്തെ ചായപ്പീടിയയിൽ സുബഹിസ്കരിച്ചിട്ട് മൂപ്പരിങ്ങോട്ട് വരും. ആ കാവുംപുറത്തെ ചായപ്പീടിയ തുറക്കുന്നത് സുബഹിസ്കരിച്ചിട്ടാ. ആ സുബഹിസ്കരിച്ച് കഴിഞ്ഞാൽ മൂപ്പര് നിസ്കരിക്കണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ഞാൻ പറയണത്. ചായപ്പീടിയക്കാരൻ സുബഹിസ്കരിച്ചിട്ട് വന്നിട്ട് ആ പീടി ഉറക്കണേ.
അപ്പൊ മൂപ്പര് പീടിയ തുറന്നാ അപ്പൊ അടുത്ത സെക്കൻഡ് കാവുംപുറത്തെ ചായപ്പീടിയിൽ മൂപ്പര് വരും. പിന്നെന്താ പണി? പിന്നെ അവിടെയുള്ള എല്ലാ പത്രങ്ങളും വായിക്കുക. ഉച്ചക്ക് ചോറുന്ന സമയമാകണ വരെ അവിടെ ഇരുന്ന് വായിക്കലും ചായ കുടിയും. ഈ കാലിച്ചായ എങ്ങനെ അടിച്ച് കയറ്റുക. ഇപ്പം നാളെ മുതൽ ഇപ്പം അതും ഉണ്ടാവില്ല. കാരണം എന്താ, പാലിന് വില കൂടിയിട്ടുണ്ട്, ഗ്യാസിനും വില കൂടിയിട്ടുണ്ട്. അപ്പോൾ കാലിച്ചായയുടെ എണ്ണം കുറയും. എന്നാലും മൂപ്പര് വരും, പീടിയ തുറക്കുമ്പോൾ വരും, ഇരിക്കും. ചോറുന്നാൻ സമയമാണ് വരെ ഒറ്റ ഇരുത്താ. അത് കഴിഞ്ഞിട്ട് ചോറുന്നാനാകുമ്പോൾ വീട്ടിൽ ഒന്ന് പോകും. ചോറ് തിന്ന് 2 മിനിറ്റ് കിടക്കും. ഒരു 4 മണിയാകുമ്പോൾ മൂപ്പര് വീണ്ടും തുണിയും കുപ്പായം മാറ്റി വരും. പിന്നെ ആ ഇരുത്തം പീടിയ പൂട്ടണ വരെ ഒരൊറ്റ ഇരുത്താ. കാരണം എന്താ, വേറെ പണിയൊന്നുമില്ല. അതുകൊണ്ട് സഖാക്കള് ഇടക്കിടക്ക് കൊച്ചാപ്പാനൊന്ന് വിളിച്ചോളി. കൊച്ചാപ്പാനെ വിളിച്ചിട്ട് ഇടക്കിടക്ക് ഉപദേശം ചോദിക്കുക. മൂപ്പര് പറയും, മൂപ്പര് ഉപദേശമൊക്കെ തരും. കോളേജ് പ്രൊഫസറായിരുന്ന വ്യക്തിയല്ലേ, ഇപ്പം നിങ്ങൾ കേട്ടില്ലേ? ഇതിലും വലിയ ഉപദേശം നിങ്ങൾക്ക് കിട്ടാനുണ്ടോ? കേസും കുണ്ടാവണ്ടിയും തലക്ക് മുകളിൽ വലിച്ചു കയറ്റുമ്പോൾ ചിന്തിക്കണം. പോലീസ് ക്ലിയറൻസ് കിട്ടൂല, ജോലി കിട്ടൂല, വലിയ പ്രശ്നങ്ങളാ. എന്നാ ആർക്ക് വേണ്ടിയാ ഇറങ്ങിയത്? പിണറായി വിജയൻ. പിണറായി വിജയൻ ഈ വിദേശത്ത് പോകൂലേ? പിണറായി വിജയൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പോലീസ് ക്ലിയറൻസ് കിട്ടാൻ പിണറായി വിജയൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വീണ വിജയന് ബുദ്ധിമുട്ടുണ്ടോ? ആർക്കുമില്ല. ആർക്കാണുള്ളത്? അന്തംകമ്മികൾക്ക്. അതുകൊണ്ട് കൊച്ചാപ്പാന്റെ ഉപദേശം ഇടക്കിടക്കൊന്ന് കേൾക്കുന്നത് നല്ലതാണ്.